കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ രണ്ടാം തവണയും വന്നത് അദ്ദേഹത്തിനും കേരളത്തിൽ വന്നാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആറന്മുളയോ പത്തനംതിട്ടയിലോ ഒക്കെ നിൽക്കാനുള്ള താല്പര്യവുമായി ആന്റോ ആന്റണി എംപിയും താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ബെന്നി ബെഹനാൻ താഴേക്ക് തൃശ്ശൂരിലേക്കോ താഴേക്കോ വരാനുള്ള സാധ്യത കാണുന്നു. മൂവാറ്റുപുഴയോ ചാലക്കുടിയോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. അടൂരിൽ നിന്നുകൊണ്ട് അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ചാൽ എന്ത് എന്ന് ചിന്തിക്കുന്നു. നമ്മുടെ എന്തിനു പറയുന്നു, ഡോക്ടർ ശശി തരൂർ വരെ കേരളത്തിൽ ഒരു മന്ത്രിയായി മുഖ്യമന്ത്രിയാകാൻ ചിലപ്പോൾ കോൺഗ്രസ് അനുവദിക്കത്തില്ലെങ്കിൽ ഒരു മന്ത്രിയായി ഇരുന്നു കൊണ്ട് കേരളത്തിൽ സെർവ് ചെയ്യുക എന്നുള്ള ആദ്യഘട്ടം മന്ത്രി പിന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്നുള്ള നിലയിൽ ശശി തരൂരും ചില ചരടുകൾ നീക്കുന്നതായി പറയുന്നു. കോൺഗ്രസ് ആണ് പാർട്ടി, എല്ലാവരും ചരട് നീക്കിക്കോട്ടെ, ഗ്രൂപ്പ് കളിച്ചോട്ടെ, എല്ലാം ചെയ്തോട്ടെ. പക്ഷേ ഇത് കളിച്ച് കളിയിൽ കൊതിവിടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു അപ്പർ എഡ്ജ് ഉണ്ടെങ്കിൽ, ഒരു ഭരണവിരുദ്ധ വികാരവും 2 പ്രാവശ്യം ഒരു മുന്നണിയായി ഇനി മൂന്നാമത് വീണ്ടും ആ മുന്നണിയെ തന്നെ വരുത്തണ്ട എന്ന് പാർട്ടിക്കാർ ഉൾപ്പെടെ CPM-ന്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ ചിന്തിക്കുകയും അങ്ങനെ മൂന്നാമതൊരു മുന്നണി കൂടെ വന്നാൽ അത് ബുദ്ധിമുട്ടാകും, വേണ്ട എന്ന് തീരുമാനിച്ച് ഏതെങ്കിലും തരത്തിൽ UDF-ന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയാണെങ്കിൽ അത് ഇതിൽ തട്ടി പോകാതിരിക്കാൻ എല്ലാവരും ഗൗരവമായി ആലോചിക്കണം.